ഹലോ അസ്സലാമലൈക്കും. അപ്പം ഞാനിന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളായിട്ടാണ് വ്ളോഗിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ തന്നെ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഇപ്പോൾ സ്കൂളുണ്ടല്ലോ, അപ്പോൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ റൊട്ടിയും ചെമ്മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 3 തക്കാളി, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി, രണ്ട് തണ്ട് കറിവേപ്പില, കുറച്ച് വലിയുള്ളിയും കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് കടുകും ഉലുവയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി മസാലയിൽ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്പൂൺ കൊണ്ട് നല്ലവണ്ണം തക്കാളിയിൽ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുളക് വരക്കി വെച്ച് ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെമ്മീൻ കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണമെല്ലാം കഴിച്ച് കുട്ടികളുടെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. മോനെ ഞാൻ ഈ വർഷം LKGയിലേക്ക് ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തുറന്ന ദിവസം ഇവന് മറ്റുള്ള കുട്ടികൾ കരയുന്നത് കണ്ടിട്ട് ഇവനും കരഞ്ഞെന്ന് ടീച്ചർ പറഞ്ഞ്. പിന്നെയുള്ള ദിവസമെല്ലാം നല്ല സ്മാർട്ടായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നാസ്തിയെല്ലാം കഴിഞ്ഞ് രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്ന് മട്ടന്നൂരിലേക്ക് പോകലാന്ന്. അപ്പോൾ മട്ടന്നൂർ ലിങ്സ് മാളിൻ്റെ അടുത്തുള്ള അൽക്കിഫായ പർദ ഹൗസിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ പർദ്ദൻ്റെയും മാക്സിൻ്റെയും നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പർദ്ദയെല്ലാം വാങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.